ഹലോ, വെൽക്കം ടു ഇന്ത്യൻസ് PSC. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. അപ്പോൾ എല്ലാ പോയിന്റ്സും ഇതിനകത്തില്ല. എന്നാലും നിങ്ങൾക്ക് ഒന്നാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടാനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നിങ്ങൾ ഓർക്കേണ്ടതാണ്, ഏത് വർഷം മുതൽ കാലഘട്ടം നിങ്ങൾ ആദ്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. ഏതാണ്? 1951 മുതൽ 56 വരെയായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ലക്ഷ്യം എന്തായിരുന്നു? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ച് സാമ്പത്തിക വളർച്ചയും വികസനവും കൈവരിക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി പറയുന്നുണ്ട്. അപ്പോൾ വർഷം നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക 51 മുതൽ 56 വരെ. ഇനി മാതൃക PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഏത് മാതൃക അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഏതാണ്? ഹരോൾഡ് ഡോമർ, ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്ന പ്രശസ്തനായിട്ടുള്ള. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതൃക അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ അറിയപ്പെടുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി? ഹരോൾഡ് ഡോമർ മാതൃക എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഇനി പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയ്ക്കും ജലസേചനത്തിനും ഊന്നൽ നൽകിയിട്ടുണ്ട്. ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അതും ഇമ്പോർട്ടൻ്റ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഇനി മറ്റു പ്രധാന ലക്ഷ്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്താണ്? വിഭജനത്തെ തുടർന്നുള്ള പ്രശ്നങ്ങളെ നേരിടുക. ഓക്കെ, അപ്പം നമ്മളുടെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം വരുന്ന ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയാണല്ലോ. അപ്പോൾ വിഭജനത്തെ തുടർന്നിട്ടുള്ള പ്രശ്നങ്ങളെ നേരിടുക എന്നുള്ളതൊരു പ്രധാന ലക്ഷ്യങ്ങൾ പെടുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഭക്ഷ്യക്ഷാമം പരിഹരിക്കുക, വിലക്കയറ്റം നിയന്ത്രിക്കുക, കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ എന്താണ്? വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളത് ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പെടുന്ന കാര്യങ്ങളാണ്. നമുക്ക് കോമൺ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ പല കാര്യങ്ങളും എല്ലാ പഞ്ചവത്സര പദ്ധതിയിലും പെടുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാർഷിക മേഖലയ്ക്കും ജലസേചനത്തിലും ഊന്നൽ നൽകുക എന്നുള്ളതായിരുന്നു. ഓക്കെ, ഇനി നേട്ടങ്ങൾ, പ്രധാനപ്പെട്ട നേട്ടങ്ങൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാരണമുണ്ടായത് എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ എന്താണ്? പൊതുമേഖലയുടെ വികസനത്തിന് ഊന്നൽ നൽകി, കാർഷിക ഉൽപ്പാദനത്തിൽ 18% വർധനമുണ്ടായി, ദേശീയ വരുമാനം എന്താണ്? 11% വർദ്ധിച്ചു. PSC ചോദിച്ചിട്ടുള്ള എന്താണ്? ആകെ ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് 2.1% ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നേടിയതോ 3.6% ആണ് നേടിയത്. അപ്പോൾ 2.1% ആയിരുന്നു ലക്ഷ്യം വെച്ചതെങ്കിലും 3.6% ഒന്നാം പഞ്ചവത്സര പദ്ധതി നേടുകയുണ്ടായി. അപ്പോൾ അതൊരു എന്താണ്? വിജയകരമായിട്ടുള്ള പദ്ധതിയായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്നുള്ളത്. പിന്നെ എന്താണ്? വിലക്കയറ്റം നിയന്ത്രിക്കാനായി, അവർ ലക്ഷ്യം പോലെ തന്നെ വിലക്കയറ്റം നിയന്ത്രിക്കാനായി കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, അറിയാമല്ലോ, CDP, അത് 1952 ഇത് ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 1952 ഒക്ടോബർ 2 കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ സർവകലാശാല ഗ്രാൻഡ് കമ്മീഷൻ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, UGC എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ UGC സ്ഥാപിക്കുന്നതും ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പിന്നെ എന്താണ്? നിരവധി ജലസേചന പദ്ധതികൾ നമ്മൾ പറഞ്ഞല്ലോ, കാർഷിക മേഖലയെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി അണക്കെട്ടുകൾ ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? ബക്രാനങ്കൽ അണക്കെട്ട്, പഞ്ചാബ് ഹിമാചൽ അതിർത്തിയിലുള്ള ബക്രാനങ്കൽ അണക്കെട്ട്, അതേപോലെ തന്നെ ദാമോദർ വാലി പദ്ധതി, അതേപോലെ തന്നെ ഹിരാക്കുഡ് അണക്കെട്ട്, ഇതെല്ലാം PSC ചോദിച്ചിട്ടുള്ളതാണ്. ഒഡീഷയിലുള്ള ഹിരാക്കുഡ് അണക്കെട്ട്. പിന്നെ എന്താണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT സ്ഥാപിച്ചു. അറ്റോമിക് എനർജി കമ്മീഷൻ 1954 സ്ഥാപിക്കുകയുണ്ടായി. അതേപോലെ തന്നെ ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു. ഇതെല്ലാം ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പദ്ധതി ലക്ഷ്യമിട്ടത് 2.1% വളർച്ചാ നിരക്കാണെങ്കിലും ഇത് നേടിയത് എന്താണ്? 3.6% വളർച്ചാ നിരക്ക് ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി കൈവരിച്ചിട്ടുണ്ട്. ഇത് വളരെ വിജയകരമായിട്ടുള്ള പദ്ധതിയാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്